CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഒരു പ്രഹരം കിട്ടിയ മണ്ഡലമായിരുന്നു ആലത്തൂർ. ആലത്തൂർ അവരൊരിക്കലും അങ്ങനെ കൈവിട്ട് പോകുന്ന അവർ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം അവർക്ക് അതിൻ്റെ അടിത്തട്ടിൽ അവരുടെ സംഘടന വളരെ ശക്തമായിട്ടുള്ളൊരു മണ്ഡലമാണ്. കുറേ നാളുകളായിട്ട് CPM-ന് നല്ല വളക്കൂറുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ നിന്ന് PK ബിജുവിനെ പോലൊരു സ്ഥാനാർത്ഥി ഈ പെട്ടെന്ന് വന്ന ഒരു നവാഗത സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനാൽ തോൽപ്പിക്കപ്പെടുന്നത് CPM-നെ സംബന്ധിച്ച് അത് മറക്കാൻ കഴിയില്ല. അപ്പോൾ എന്തൊക്കെയായാലും അവർ കഴിഞ്ഞ തവണത്തെ ആ ഒരു രാഹുൽ ഗാന്ധിയുടെ വരവ്, ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം, ഇതൊക്കെ പറയാമെങ്കിൽ പോലും CPM-നെ സംബന്ധിച്ച് എപ്പോഴും അവർക്ക് അവർക്ക് ഇനിയും ഉണങ്ങാത്തൊരു മുറിവാണ് വാസ്തവത്തിൽ ആലത്തൂരിൽ. അപ്പോൾ ആലത്തൂരിൽ ഇത്തവണ CPM-ൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് ജയശങ്കർ കാണുന്നത്? ആലത്തൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഒരു തുടർച്ചയാണ് ആലത്തൂർ, ഭൂമിശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും. പാലക്കാടിന് എന്ന പോലെ അല്ലെങ്കിൽ പാലക്കാടിനേക്കാളും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നത് 7 അസംബ്ലി സെഗ്മെൻറ്റ്സിലും ഇപ്പോൾ LDFൻ്റെ MLA വരാണ്. അങ്ങനെ അതിലെ 3 മണ്ഡലങ്ങൾ, അതായത് കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര, ഇത് 3ഉം തൃശ്ശൂർ ജില്ലയിലാണ്, മറ്റ് 4 പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അവികസിതമായൊരു പ്രദേശമാണ് ആലത്തൂർ. പോയാൽ നമുക്ക് സങ്കടം തോന്നും, വിഷമം തോന്നും. കാരണം അത്രയും അവഗണിക്കപ്പെട്ടൊരു പ്രദേശവും കൂടിയാണ് സംസ്ഥാന സർക്കാരിനാലും മറ്റ് പല കാരണങ്ങളും. പിന്നെ പട്ടികജാതിക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള പ്രദേശമാണ്. നമ്മൾ സത്യനാധികാരൻ്റെയൊക്കെ സിനിമയിൽ കാണുന്ന പോലത്തെ ആ ഗ്രാമീണ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രദേശം, നെൽവയലുകളുള്ള അല്ലെങ്കിൽ മൈലുകൾ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടി നടന്നു പോകുന്ന അങ്ങനെ ഒരു സ്ഥലം കേരളത്തിൽ ഒരു പക്ഷേ വേറൊരു സ്ഥലം നമുക്ക് സങ്കല്പിക്കാം. ഇപ്പോഴും ആ ഒരു ഗ്രാമീണ ദിശ നമുക്ക് ഒടുവിൽ ഉണ്ണികൃഷ്ണനോ അല്ലെങ്കിൽ KPSC പോലുള്ള ആളുകൾ നമുക്ക് അവിടെ വഴിയിൽ എപ്പോൾ വേണമെങ്കിലും ഏത് തെരുവിൽ നിന്നും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാവുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വിഷയത്തെ സംബോധന ചെയ്യാനായിട്ട്. കോൺഗ്രസ്സിന് നല്ല വോട്ടുള്ള പ്രദേശമാണ്. ഇപ്പോൾ BJPയും സാമാന്യം ശക്തമായിട്ടുണ്ട്, ആളുകളുടെ ആ ഒരു വികാരം ശക്തിപ്പെട്ടു വരുന്നു. അപ്പോൾ കോൺഗ്രസ്സിന് പലപ്പോഴും സംഭവിക്കുന്നത് ഈ പട്ടികജാതി സംവരണ മണ്ഡലമായതുകൊണ്ട്, പഴയ ഒറ്റപ്പാലമാണെങ്കിലും ഇപ്പോഴത്തെ ആലത്തൂരാണെങ്കിലും ശക്തരായ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുകയോ അതിന് പാകത്തിനുള്ള പ്രചരണം നടത്തുകയോ പണം ചെലവഴിക്കുകയോ ചെയ്യാറില്ല. അത് അവഗണിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. ഇപ്പോൾ നമ്മുടെ PV ശ്രീനിജൻ തന്നെ കോൺഗ്രസ്സിനുള്ള സമയത്ത് അദ്ദേഹം മാവേലിക്കർ സീറ്റ് ചോദിക്കുന്നു, കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ആലത്തൂർ സീറ്റ് കൊടുക്കാമെന്ന് ഹൈക്കമാൻഡ് കൊടുക്കുന്നു. അദ്ദേഹത്തിന് ആലത്തൂർ സീറ്റ് വേണ്ട, കാരണം ആലത്തൂരിൽ ജയസാധ്യത കുറവാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈയൊഴിച്ച സീറ്റാണ് ആലത്തൂർ. അപ്പോൾ അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ശരിയായ രീതിയിലുള്ള ശ്രദ്ധ ഉണ്ടായില്ല. കഴിഞ്ഞ തവണ സംഭവിച്ചതെന്ന് വെച്ചാൽ PK ബിജു ഒരു പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏതെങ്കിലുമായിരുന്നെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പറയത്തക്ക ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല രണ്ടാമത്തെ ടേമിൽ അദ്ദേഹം മിക്കവാറും ആ ഭാഗത്തേക്ക് വരാതെ തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആളുകളുടെ ഇടയിൽ പുള്ളി മിക്കവാറും അപരിചിതനായി മാറി. PK ബിജു വിചാരിച്ച് ഓരോ തവണ നോമിനേഷൻ കൊടുക്കുകയും ഇവിടെ വന്ന് മതിലുമ്പിലും ആ ഭിത്തിയിലുമൊക്കെ അരിവാൾ ചുറ്റുകയും നക്ഷത്രം വരച്ചു വെക്കുകയും ചെയ്ത ആളുകളുടെ ഒരു ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തെ ജയിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ആലത്തൂരിൽ പോലും ആളുകൾ മാറി ചിന്തിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. അതെ ഒരു കാൻഡിഡേറ്റ്, അതെ ഒരു കാര്യം. അപ്പോൾ ഒന്നാമത് PK ബിജു പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിപ്രതിപത്തി ഒരു ഘടകമാണ്. അതിൻ്റെ പുറത്താണ് ഒരു വളരെ നാട്ടുമ്പുറത്ത് കയറിയ ഒരു പെൺകുട്ടി ഇങ്ങനെ പാട്ടും പാടി വരുന്നത്. അപ്പോൾ അതുണ്ടാക്കിയ ഒരു പുതുമ, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ എന്ന ഒരു ചിന്താഗതി, ഒരു ഫ്രഷ് ഫേസ്, അതൊരു ഘടകമാണ്. വേറെ ബാഗേജുകളൊന്നുമില്ല, യാതൊരു അലങ്കാരങ്ങളും ആടയാഭരണങ്ങളും. രാഹുൽ ഗാന്ധി വന്നതിനെ തുടർന്നുള്ള രാഹുൽ ഗാന്ധിയുടെ സെലക്ഷൻ, പിന്നെ രാഹുൽ ഗാന്ധി വന്നതിനെ തുടർന്നുണ്ടായ ഒരു കോൺഗ്രസ്സുകാരുടെ ഒരു ഐക്യം, അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം, അതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവരെ ശ്രദ്ധേയാക്കിയത് പെട്ടെന്ന് ഈ സ്ഥാനാർത്ഥി ആളുകളുടെ ഒരു ഇമാജിനേഷൻ പിടിച്ചത് 2 ഘടകങ്ങൾ കൊണ്ടുപോകണം. ഒന്ന്, ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമ്മുടെ CPM പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന സഖാവ് A വിജയരാഘവൻ നടത്തിയ ചില അശ്ലീല പരാമർശം അത് വിപരീതമായ ഫലമുണ്ടാക്കി. രണ്ടാമത് നമ്മുടെ ചില സാംസ്കാരിക നായകന്മാർ ഇവരെക്കുറിച്ച് നടത്തിയ അഭിപ്രായങ്ങൾ, ഇതൊക്കെ അത് ഒരു ഘടകമാണ്. നേരത്തെ മുതലക്കുളം പ്രസംഗം പോലെ രാഘവൻ അധിക്ഷേപിച്ചത്. അതെ, പക്ഷേ മുതലക്കുളമായിട്ട് ഇതിനൊരു വ്യത്യാസമുണ്ട്. മുതലക്കുളത്ത് രാഘവനെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ അധിക്ഷേപ പ്രസംഗമായിരുന്നെങ്കിൽ ഇത് ഇവർ ജനുവിനായിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടി വരികയാണ്, പട്ടികജാതിക്കാരി, എന്നാൽ അവളെ ഒന്ന് ആക്ഷേപിച്ച് കളയാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. വിപരീത ഫലമുണ്ടായി, അത് ക്ലിയറാണ്. പക്ഷേ അങ്ങനെയാണ് ഇവർ ഇമാജിനേഷൻ പിടിച്ചത്. പക്ഷേ ഒരിക്കൽ ഇമാജിനേഷൻ പിടിച്ചപ്പോൾ ഇവർക്ക് വേറൊരു ഗുണം കിട്ടി. ഈ പാലക്കാട് പരിസരത്തുള്ള ചെറുപ്പക്കാരായ MLA മാരൊക്കെ സംഘടിച്ച് ഇവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രചരണം നടത്തി. അനിൽ അക്കര തൃശ്ശൂർ ജില്ലയിലും, അതുപോലെ ഷാഫി പറമ്പിൽ, VT ബൽറാം,
ഈ മൂന്ന് അതില് പാലക്കാട് ശ്രീകണ്ഠന് വല്ലതും പരാതി ഉണ്ടായിരുന്നു. ശ്രീകണ്ഠന് വലിയ പരാതി ഉണ്ടായിരുന്നു. അല്ല, അത് കാരണം എന്ന് വെച്ചാൽ ശ്രീകണ്ഠൻ ജയിക്കുന്ന യാതൊരു സാധ്യതയില്ല എന്ന് അവർ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഇവർ ഈ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഒരു പാവപ്പെട്ട കുട്ടി മത്സരിക്കാതെ എന്ന് വിചാരിച്ച് ഷാഫിയും ബൽറാമും അനിൽ അക്കരയും ശക്തമായിട്ട് ഇവർക്ക് വേണ്ടി നിലകൊണ്ടു. അങ്ങനെ മൊത്തത്തിൽ. പക്ഷെ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി ഇമാജിനേഷൻ പിടിച്ചിരുന്ന പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ വെടിമരുന്നിന് തീ കൊടുത്ത പോലെ. അങ്ങനെയാണ് ഈ രമ്യ ഹരിദാസ് ജയിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. രമ്യ ഹരിദാസ് ഇപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിയാൽ PK ബിജുവിൻ്റെ സ്ഥാനാർത്ഥിയാവില്ല. CPM വളരെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പരമാവധി ശ്രമിക്കും. പാലക്കാടിനേക്കാളും അവർ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ CPMൻ്റെ പ്രചരണ സംവിധാനത്തിന് മുമ്പിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അവർ കണ്ടമാനം പണം ചെലവഴിക്കും, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കും. അത് ഒരു ഘടകമാണ്. ഒരുപക്ഷെ AK ബാലനെ പോലെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യാനുള്ള സാധ്യത പോലും ഉണ്ട്. ബാലൻ ഇപ്പോൾ MLA അല്ല, ഇപ്പോഴും പിണറായി വിജയൻ്റെ ഒരു വലിയ ഏറ്റവും ഏത് ഘട്ടത്തിലും പിണറായി വേണ്ടി ഡോൺ ക്വിക്സോട്ടിനെ പോലെ ചാടി വീടുന്ന ആളുടെ പുള്ളി. ചാട്ടത്തിന്റെ ഫലം പലപ്പോഴും എതിരാളികൾക്കായിരിക്കും ഗുണം. അവര് ബ്രണ്ണൻകോളയിൽ സഹപാഠികളാണ്. ഉണ്ട്, ഒരു സ്നേഹമുണ്ട്. പുള്ളി വിജയേട്ട എന്ന്. അപ്പോൾ അതുകൊണ്ട് ബാലൻ പറയാനുള്ള സാധ്യത, ബാലനൊക്കെ വന്നാൽ സംഗതിയുടെ കിടപ്പോശം മാറും. ബാലൻ അല്ലാതെ ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ രമ്യ ഹരിദാസിനെ അത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം 5 കൊല്ലമായിട്ട് അവർ അവിടെ ഉണ്ട്. ഇവർ വലിയ പാർലമെൻറ്റേറിയ ഒന്നും അല്ലെങ്കിലും പ്രദേശത്തൊക്കെ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി സമരരംഗത്തൊക്കെ മുമ്പിലുണ്ടായിരുന്നു. സമരരംഗത്തുണ്ട്. ഇങ്ങനെ പൊതുവെ ഒരു സ്വീകാര്യ അത് അവർക്കുണ്ട്. പിന്നെ അഴിമതി ആരോപണമൊന്നുമില്ല. അങ്ങനെ ഒരു പരിചിതമായ മുഖമാണ് അവരുടേത്. അതൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. CPMകാരിൽ നിന്ന് വലിയ തോതിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. വളരെയധികം ഇവരെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചവിട്ടി മരിക്കുകയൊക്കെ ചെയ്യുന്ന അതൊരു വിപരീത വികാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കും. ഒരാൾ സിമ്പതി വേറൊരു രീതിയിലും ഉണ്ടാക്കും. ഇങ്ങനെ ഇവരുടെ ഈ CPMകാരുടെ വികാരം അവരെ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് അതുകൂടി ആക്ഷേപിക്കപ്പെട്ട് അവഹേളിതരായി പണി നിർത്തി പോകുന്നത് അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ നെറ്റ് റിസൾട്ട് മറ്റൊന്നായിരിക്കും. അപ്പോൾ എന്തായാലും മൈനോറിറ്റി വോട്ടുകൾ ഈ മണ്ഡലത്തിൽ അത്ര നിർണായകമാണോ? മൈനോറിറ്റി വോട്ട് വളരെ നിർണായകമാണ്. ആ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ കുന്നംകുളത്താണെങ്കിലും വടക്കാഞ്ചേരിയിലാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും മറ്റ് ആലത്തൂര്, ചിറ്റൂര് എല്ലാ സ്ഥലത്തും ഉണ്ട്. നല്ലൊരു പെർസെൻറ്റേജ്, ഒരു 25% ഉണ്ട്. ഷിഫ്റ്റ് ഉണ്ടാക്കാൻ മാത്രം BJP വോട്ടുകൾ BJPയുടെ കുറേ പ്രവർത്തകരും അതിൻ്റെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് BJPയും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലമല്ല. BJP കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കുന്ന തൃശ്ശൂരും പാലക്കാട്ടും ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആലത്തൂരിന് അങ്ങനെ പ്രാധാന്യം കൊടുക്കും. ഇത് മിക്കവാറും വല്ല BDJSനൊക്കെ കൊടുക്കാനുള്ള സാധ്യത. ഈ പട്ടികജാതി സംവരണ സീറ്റുകളിൽ ആരും അങ്ങനെ സീരിയസ് ആയിട്ട് ഒരു വലിയ മത്സരം പുട്ടപ്പിയില്ല. അതൊരു ഘടകമാണ്. ഈ പറഞ്ഞ പോലെ CPM AK ബാലനെ പോലൊരു സ്ഥാനാർത്ഥിയെയാണ് അവിടെ കൊണ്ടുവരുന്നതെങ്കിൽ അത് വലിയൊരു മത്സരമായിരിക്കും. നമ്മളിപ്പോൾ പറയുന്ന പോലുള്ള രമ്യ ഹരിദാസിന് ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് പറയുന്ന ഒരു എൻജക്ക് എപ്പോൾ വേണമെങ്കിലും അത് മാറി പറയും. കാരണം CPMൻ്റെ ഈ സംഘടനാ സംവിധാനം ബാലനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ വളരെ ഉണർന്ന് പ്രവർത്തിക്കും. പിന്നെ അല്ല, കഴിഞ്ഞ ബിജു ആയതുകൊണ്ടാണ് തോറ്റുപോയത്. സംഘടനാപരമായിട്ട് കണ്ണൂർ പോലെ തന്നെ വളരെ നെറ്റ്വർക്കുള്ള ഒരു പ്രദേശമാണ്, ജില്ലയാണ് പാലക്കാട് CPMനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് കണക്ക് കൂട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ആലത്തൂരാണ്. അവരുടെ ഭാഗത്തേക്ക് വരുമെന്ന് കണക്ക് കൂട്ടുന്ന ഒരു മണ്ഡലം ആലത്തൂരാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ ഒരിക്കലും അത് ഒരു വിട്ടുകൊടുക്കാനുള്ള ഒരു മൂഡ് അവർക്കില്ല എന്നുള്ളതാണ്. ഒട്ടുമില്ല. അപ്പൊ ഇത്തവണ അവരെ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമം നടത്തണം. ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമാണ്. 7 അസംബ്ലി മണ്ഡലങ്ങളും അവരോടൊപ്പം ഉണ്ട്. 7 MLA മാരുണ്ട് തീർച്ചയായിട്ടും.